ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 7. ഗോപബാലകരെയും പശുക്കുട്ടികളെയും ബ്രഹ്മാവ് അപഹരിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: അഘാസുരനെ വധിച്ച ശേഷം കൃഷ്ണൻ ഗോപബാലകരെയും പശുക്കുട്ടികളെയും കൂട്ടി യമുനാ തടത്തിലേക്ക് പോയിട്ട് ഇപ്രകാരം പറഞ്ഞു: പ്രിയ ചങ്ങാതിമാരെ, ഈ യമുനാ തീരം വളരെ സുന്ദരമാണ്. പകലിന്റെ ഒരു യാമം കഴിഞ്ഞതിനാൽ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാം. അതാകുമ്പോൾ പശുക്കുട്ടികൾക്ക് ഇവിടെ വെള്ളം കുടിക്കുകയും പുല്ല് മേഞ്ഞു നടക്കുകയും ചെയ്യാമല്ലോ. ഗോപബാലകർ അത് സമ്മതിച്ചു. അങ്ങനെ ഗോപബാലകർ ഭക്ഷണം കഴിക്കാൻ യമുനാ തടത്തിൽ ഇരുന്നു. എന്നാൽ ചില ഗോപബാലകർ തങ്ങൾക്കു കഴിക്കാൻ ഭക്ഷണപ്പൊതി ഇല്ല എന്ന് വിഷമത്തോടെ ഭഗവാനോട് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അവർക്ക് വേണ്ടത്ര ഭക്ഷണം നൽകാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഉരുളകൾ അന്യോന്യം മാറ്റിയും തട്ടിപ്പറിച്ചും വാരിക്കൊടുത്തും മറ്റുമായി അത്യാഹ്ലാദത്തോടെ ഭക്ഷണം കഴിച്ചു. അതിനിടയിൽ ഭഗവാൻ തന്റെ മധുരം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ഗോപബാലകരെ ചിരിപ്പിച്ചു. യജ്ഞഭോക്താവായ ഭഗവാൻ ഈ വിധത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ട ദേവന്മാർ ആശ്ചര്യചകിതരായി. അപ്പോഴേക്കും പശുക്കൾ പുല്ല് അന്വേഷിച്ചുകൊണ്ട് തൊട്ടടുത്ത ഗഹനമായ വനത്തിലേക്ക് പോയി. ഗോപബാലകർ ഭയത്താൽ വ്യാകുലരായി. ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കുട്ടികളെ തിരികെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹകളിലും ഗഹനമായ വനത്തിലും പശുക്കുട്ടികളെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇതെല്ലാം കണ്ട ബ്രഹ്മദേവൻ അവിടെ എത്തിയ ശേഷം ഇപ്രകാരം ചിന്തിച്ചു: ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ല, ഏതോ ഒരു ഗോപബാലൻ മാത്രമാണ്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ ഗോപബാലകരോടൊപ്പം ഇത്രയും അപവിത്രമായ ഭക്ഷണം എന്തിനു കഴിക്കണം? ഭഗവാന്റെ മായയിൽപ്പെട്ട ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ച ശേഷം ഭഗവാന്റെ മനോജ്ഞ മഹിമ അറിയാൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് മുഴുവൻ ഗോപബാലകരെയും പശുക്കുട്ടികളെയും അപഹരിച്ചുകൊണ്ട് അപ്രത്യക്ഷനായി. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 7-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.